ചിരിച്ചിട്ട് പോവില്ല ചേട്ടാ. നടൻ ഉല്ലാസ് പന്താളത്തിന്റെ ഭാര്യയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുഴിക്കാട് സ്വദേശിനി ആശയാണ് മരിച്ചത്. അപ്പോൾ ഉല്ലാസ് പന്തളം എന്ന് പറയുന്ന മിമിക്രി കലാകാരനും അതുപോലെ തന്നെ ഒരു സ്റ്റേജ് പെർഫോമറും അതുപോലെ തന്നെ ഒരു സിനിമാ നടനുമായ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ ഒരു സ്ട്രഗിളിംഗ് പീരീഡിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അത്രയ്ക്കും വേദനയും അതുപോലെ തന്നെ സങ്കടവും തോന്നുന്ന നിമിഷത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇടത് ഭാഗത്തുള്ള കൈ തളർന്നു പോവുകയും അതുപോലെ തന്നെ മുഖത്തിൻ്റെ ഒരു ഭാഗം ഇടതുവശം കൂടിപ്പോവുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. കുറച്ച് മാസങ്ങളായി അദ്ദേഹം ഇതിൻ്റെ ചികിത്സയിലാണ്. എന്നാലും അതൊന്നും കേരളത്തിൽ ആരും അറിഞ്ഞതുപോലുമില്ല എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ചില സഹതാരങ്ങൾക്കൊഴികെ മറ്റാർക്കും ഈ വിവരം അറിയില്ലായിരുന്നു എന്നാണ് ഉല്ലാസ് പന്തളം തന്നെ ഇന്ന് പറഞ്ഞത്. പക്ഷേ തിരുവല്ലയിലുള്ള ഒരു ഷോറൂം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി നക്ഷത്രയോടൊപ്പം സ്റ്റേജ് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഇന്ന് കണ്ടു. ആ ഒരു വീഡിയോ ലക്ഷ്മി നക്ഷത്ര പോസ്റ്റ് ചെയ്തതോടെയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും ഈ വാർത്ത അറിയുന്നത്. പക്ഷേ ആ വീഡിയോക്ക് താഴെ വളരെ വളരെ സങ്കടകരമായ മോശകരമായ ഒരുപാട് കമൻറ്റുകൾ നമ്മൾ കണ്ടു. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത്തരം കമൻറ്റുകൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുത്തത്. തീർച്ചയായിട്ടും ആ കമൻറ്റുകളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട വാർത്തകളും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആദ്യമായിട്ട് നമുക്ക് ഉദ്ഘാടന വേദിയിൽ ഉല്ലാസ് പന്തളം എത്തിയ സമയത്ത് ലക്ഷ്മി നക്ഷത്ര ചെയ്ത വീഡിയോൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ചിരിച്ചിട്ട് പോവില്ല ചേട്ടാ. എല്ലാരും ഉല്ലാസേട്ടാ, ചിരിച്ചിട്ട് പോവില്ല ചേട്ടാ. അപ്പോൾ കൈപിടിച്ചുകൊണ്ട് ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനത്തിന് ശേഷം അദ്ദേഹത്തെ യാത്രയാക്കുന്നതും ഒന്ന് ചിരിച്ചു കാണിച്ചിട്ട് പോട് ഉല്ലാസേട്ട എന്നൊക്കെ വളരെ സന്തോഷപൂർവ്വം പറയുന്നതും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതും എല്ലാം നമുക്ക് ആ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ സ്ട്രോക്ക് എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ചിലപ്പോൾ ഒരു ഭാഗം പൂർണ്ണമായിട്ട് തളർന്നു പോകാം, ചിലപ്പോൾ ഭാഗികമായിട്ട് തളർന്നു പോകാം, ചിലപ്പോൾ സംസാരശേഷി തന്നെ ഇല്ലാതായി പോകാൻ വേണ്ടി സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് ഭാഗ്യവശാൽ നടക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. എങ്കിലും ശരീരത്തിൻ്റെ ഇടത് കൈ പൂർണ്ണമായിട്ട് ചലനരഹിതമായ ഒരു അവസ്ഥയിലാണ്. അതുപോലെ തന്നെ മുഖത്തിൻ്റെ ഒരു ഭാഗവും കൂടിയ നിലയിലാണ്. അതുകൊണ്ട് തന്നെ സംസാരങ്ങളൊന്നും അത്ര ഫ്ലുവൻ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ള ഒരു കുഴപ്പവുമുണ്ട്. എന്നാലും അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്തതിന് ശേഷം ആ വീഡിയോൻ്റെ താഴെ വരുന്ന പ്രധാനപ്പെട്ട കമൻറ്റുകൾ തീർച്ചയായിട്ടും വളരെ സങ്കടപ്പെടുത്തുന്നതാണ്. ഈ ഉദ്ഘാടനത്തിന് ശേഷം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഉദ്ഘാടനം ചെയ്ത ഒരു തുക അദ്ദേഹത്തിന് കിട്ടിക്കാണും. അതിൻ്റെ പുറത്ത് അവർ 1,00,000 രൂപ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്ത കൂടി ഞാൻ ഇതിനൊപ്പം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അതൊക്കെ നിങ്ങൾ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും ഒരു മനുഷ്യന് സുഖമില്ലാതെ ഇത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പീരീഡിൽ നമ്മൾ ഒരിക്കലും അദ്ദേഹത്തെ ഇത്തരം ഭാഷയിൽ കുറ്റപ്പെടുത്തുന്നതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് യോജിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നല്ല കാലത്തിൽ ചിലപ്പോൾ അദ്ദേഹം മോശകരമായ എന്തെങ്കിലും ചെയ്ത് കാണും. അതുകൊണ്ടായിരിക്കാം, പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാരായിരിക്കാം ഇത്തരം കമൻറ്റുകളും മറ്റും എഴുതി അയക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു 2 കമൻറ്റ് ഞാൻ ആദ്യമായി നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അതിലൊന്ന്, വൈഫ് ആത്മഹത്യ ചെയ്തത് എന്തിനായിരുന്നു? അവർ പോയിട്ട് 1 ഇയർ ആയപ്പോൾ വെളുത്ത പെണ്ണിനെ കെട്ടി. മരിച്ച ഭാര്യയ്ക്ക് സൗന്ദര്യം ഇല്ലാതായത് ഇവന് ക്യാഷ് ആയപ്പോൾ. എല്ലാവരും ഇത് പാഠമാക്കണം. സൗന്ദര്യവും ആരോഗ്യവും പോവാൻ നിമിഷ നേരം മതി. മദ്യം ആരോഗ്യത്തിന് ഹാനികരം.
അപ്പോൾ ഈ ഒരു കമൻറ്റിൽ തന്നെ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പൈസ കൂടിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സൗന്ദര്യം അദ്ദേഹത്തിന് മതിയാകാതെ വരികയും അതിനുശേഷം വെളുത്ത പെണ്ണിനെ തേടി പോയി എന്നാണ് ഈ കമൻറ്റിൽ പ്രധാനമായിട്ടും ഒരു ഉന്നയിക്കുന്ന ആക്ഷേപം. അതുപോലെ തന്നെ സൗന്ദര്യവും ആരോഗ്യവും എല്ലാം പോകാൻ നിമിഷ നേരം മതി എന്നും മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നല്ല കാലത്ത് അദ്ദേഹം ഫ്രണ്ട്സുമായി വെള്ളമടിച്ച് വീട്ടിൽ പോയി കച്ചറ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്ന വാർത്തകളെല്ലാം നമ്മൾ കണ്ടതാണ്. അത്തരം വാർത്തകൾക്കും പിന്നാലെ നമ്മൾ പോകുന്നില്ല. അതുപോലെ തന്നെ കർമ്മഫലമാണ് അനുഭവിക്കുന്നത് എന്നും അതുപോലെ തന്നെ അവനവൻ ചെയ്തതിൻ്റെ ബാക്കി അദ്ദേഹം തന്നെ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെയുള്ള ഒരുപാട് കമൻറ്റുകൾ ഇതിൻ്റെ താഴെ വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കമൻറ്റ് എന്ന് പറയുന്നത് അവൻ്റെ ഭാര്യയുടെ ശാപം ഇല്ലായ്മയിൽ കൂടെ നിന്നവൾ അവളെ ഈ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു. തൊലി വെളുത്തവളെ കണ്ടപ്പോൾ അവന് അവളെ വേണ്ടാതായി എന്ന് പറയുന്ന മറ്റൊരു കമൻറ്റും കൂടി ഇതിൻ്റെ താഴെ കാണുകയുണ്ടായി. വളരെ സങ്കടം തോന്നിയ ചില നിമിഷങ്ങളാണ്. കാരണം ഇത്തരം കമൻറ്റുകളെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ അറിയുന്നുണ്ടായിരിക്കും. എന്നാലും ഇത്തരമൊരു നിമിഷത്തിൽ ഇത്തരമൊരു സന്ദർഭത്തിൽ നമ്മൾ ഇത്തരം കമൻറ്റുകളും വേദനപ്പെടുത്തലുകളും എല്ലാം ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത്. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ജീവിതത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് നമ്മുടെ ആദ്യ ഭാര്യ മരിച്ചപ്പോൾ പുറത്തുവിട്ട ഒരു വാർത്ത നമുക്കത് കേൾക്കാം. നടൻ ഉല്ലാസ് പന്താളത്തിന്റെ ഭാര്യയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുഴിക്കാട് സ്വദേശിനി ആശയാണ് മരിച്ചത്. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ആശയുടെ പിതാവ് പറഞ്ഞു. രാത്രി ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. കിടപ്പുമുറിയിൽ കാണാതിരുന്നതിനെ തുടർന്ന് പരിസരത്താകെ തിരഞ്ഞു. കാണാതെ വന്നതോടെ ഉല്ലാസ് തന്നെ പോലീസിനെ അറിയിച്ചു. തുടർന്ന് ബന്ധുക്കളടക്കം അന്വേഷിച്ചപ്പോഴാണ് വീടിന്റെ ടെറസിൽ തുണികൾ ഉണക്കാനിട്ടിരിക്കുന്ന ഭാഗത്ത് തൂങ്ങിയ നിലയിൽ കണ്ടത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. മരണത്തിന്റെ കാരണം വ്യക്തമല്ലെന്നും പ്രശ്നങ്ങളില്ലെന്നും ആശയുടെ പിതാവ് പറഞ്ഞു. മാനസികമായി എന്തെങ്കിലും പിരിമുറുക്കമോ എന്തെങ്കിലും അസ്വസ്ഥ കാരണമാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് ഈ മരണത്തിൽ യാതൊരു സംശയമുള്ളതായിട്ട് വീട്ടിൽ ചെന്നിട്ട് കുഞ്ഞുങ്ങളെ കണ്ടു. കുഞ്ഞുങ്ങൾ എന്നോടും പറഞ്ഞത് അമ്മ ആത്മഹത്യ ചെയ്തു എന്നാണ് പറഞ്ഞത്. മൃതദേഹം രാത്രി തന്നെ അടൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോലീസ് അന്വേഷണം തുടങ്ങി. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ടെറസിന്റെ മുകളിൽ പോയിട്ടാണ് ജീവൻ ഒടുക്കിയത് എന്നുള്ളതാണ്. പക്ഷേ അതിൽ ആക്ഷേപം വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ആ ദിവസം തന്നെ ഉല്ലാസ് പന്തളം എന്ന് പറയുന്ന വ്യക്തി ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ആ വാർത്തയിൽ നമ്മൾ കണ്ടില്ല. പക്ഷേ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ ഭാര്യയുടെ പിതാവിന് വരെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉള്ളതുപോലെ അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെല്ലാം വന്നതിന് ശേഷം അസ്വാഭാവികമായിട്ട് കാര്യങ്ങളൊന്നും തന്നെ അതിലും കാണാൻ വേണ്ടി സാധിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് നിയമപരമായി മുന്നോട്ട് പോകേണ്ട അവസ്ഥയും വന്നിട്ടില്ല. അത്തരം ശിക്ഷകളോ അറസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉല്ലാസിന് നേരിടേണ്ടതായിട്ടും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എന്തിനാണ് ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ വിമർശനങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ മരിച്ചതിന് ശേഷം ഒരു വർഷം തികയുന്നതിന് മുന്നേ തന്നെ മറ്റൊരു ജീവിതത്തിലേക്ക് മറ്റൊരു കല്യാണത്തിലേക്ക് നീങ്ങാൻ വേണ്ടി നമ്മുടെ ഉല്ലാസ് പന്തളത്തിന് സാധിച്ചു. കാരണം ചില ഭർത്താക്കന്മാർക്ക് ഭാര്യകളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വർഷങ്ങളെടുക്കും അവർക്ക് മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കാനും അവരുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കാനൊക്കെ. കാരണം ഈ മരിക്കുന്നതിന് മുന്നേ തന്നെ ഇവർ ഭാര്യയുമായിട്ട് അത്ര സ്വാരസ്യത്തിലായിരുന്നു എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു തെളിവാണിത്. കാരണം അങ്ങനെ മാനസികമായിട്ട് വെറുത്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ജീവിതത്തിലേക്കൊക്കെ പെട്ടെന്ന് പോകാൻ വേണ്ടി സാധിക്കും. അത്തരം ഒരുക്കി വെച്ച ഒരു മനസ്സുമായിട്ടാണ് ഉല്ലാസ് പന്തളം ആ സമയത്ത് നിന്നത് എന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുകയാണ്. കാരണം ഒരു വർഷത്തിന് മുന്നേ തന്നെ മറ്റൊരു ജീവിതത്തേക്ക് അതും നല്ല രീതിയിൽ കല്യാണം കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉല്ലാസിന് വന്നത് തീർച്ചയായിട്ടും മാനസികപരമായിട്ട് അവർ അകന്നിരുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഒരു തെളിവ് തന്നെയാണ്. ആ സമയത്ത് അദ്ദേഹം കല്യാണം കഴിച്ച ഒരു വീഡിയോ നമുക്ക് ഇപ്പോൾ ഒന്ന് കാണാം. ഇതിൻ്റെ ആദ്യ ഭാര്യ എന്ന് പറയുന്നത് പുഴിക്കാട് സ്വദേശി ആശ എന്ന് പറയുന്ന സ്ത്രീയാണ്. അവരാണ് മരണപ്പെട്ടത്. പക്ഷേ ഈ രണ്ടാമത്തെ ഭാര്യയുടെ പേര് ദിവ്യ എന്നാണ്. ഈ കല്യാണത്തിൽ അദ്ദേഹത്തിന് 2 മക്കളും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിനെതിരെ വലിയ രൂക്ഷപരമായ വിമർശനങ്ങൾ ഉയരാൻ വേണ്ടി ഉള്ള പ്രധാനപ്പെട്ട കാരണം. ആദ്യ ഭാര്യയായ ആശ എന്ന് പറയുന്നവർ കറുത്തവളാണ് എന്നും അതുകൊണ്ട് പൈസ കൂടിയപ്പോൾ ഇദ്ദേഹത്തിന് സ്റ്റൈലിനൊത്ത് വരാത്തത് കൊണ്ടാണ് രണ്ടാമത്തെ ഭാര്യയായ വെളുത്ത പെണ്ണായ ദിവ്യയെ കല്യാണം കഴിച്ചത് എന്നിവരെയുള്ള ഒരുപാട് കമൻറ്റുകൾ ഇതിൻ്റെ താഴെ ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മളിപ്പോൾ വിലയിരുത്തിക്കൊണ്ട് അതിൻ്റെ ന്യായങ്ങളിലേക്കോ അന്യായങ്ങളിലേക്കോ കടക്കേണ്ടതായിട്ടില്ല. കാരണം
അത്തരം കാര്യങ്ങൾ പറയേണ്ട ഒരു സദസ്സ് അല്ലെങ്കിൽ ഒരു സാഹചര്യം ഇതല്ല എന്നുള്ളതാണ്. അദ്ദേഹം ജീവിതത്തോട് തന്നെ മല്ലിടുകയാണ്. കാരണം അദ്ദേഹം ആ ഉദ്ഘാടന വേദികളിലെല്ലാം വന്നുകൊണ്ട് പോകുന്ന സമയത്ത് നിങ്ങൾ കണ്ടു കാണും, മകനെ വിളിച്ചുകൊണ്ട് വളരെ സങ്കടത്തോടു കൂടിയാണ് കാല് പോലും എടുത്ത് കാറിലേക്ക് വെക്കാൻ അദ്ദേഹത്തിന് സാധിക്കാത്തൊരവസ്ഥയാണ്. അപ്പോൾ മകൻ്റെ സഹായത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഫാമിലി അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ രണ്ട് കൈയും ചേർത്തുകൊണ്ട് അവരെ താങ്ങി പിടിച്ചുകൊണ്ടുണ്ട് എന്നുള്ളത് ഒരു സന്തോഷം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാലും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ജീവിതത്തിൽ അദ്ദേഹത്തിന് പല തെറ്റുകളും ചിലപ്പോൾ പറ്റിപ്പോയിട്ടുണ്ടാവാം. അതൊക്കെ അദ്ദേഹത്തിന് ഇപ്പോഴായിരിക്കും മനസ്സിലായിരിക്കുക എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കർമ്മഫലമാണ് അനുഭവിക്കുന്നത് എന്നും വെളുത്ത പെണ്ണിനെ കെട്ടിയപ്പോൾ കറുത്ത പെണ്ണിനെ മറന്നു എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റുകളെല്ലാം അദ്ദേഹത്തിന് വായിക്കുന്ന സമയത്ത് ഇനി ഒരുപാട് ടെൻഷനുകളും വേദനകളും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇനിയെങ്കിലും അത്തരം കമൻറ്റുകളെല്ലാം നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ ഇടുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് ഒഴിവാക്കി നിർത്തണം. കർമ്മഫലം എന്നൊക്കെ പറയുമ്പോൾ നമ്മളോട് ആരോടും അദ്ദേഹം അത്ര വൃത്തികേടൊന്നും ചെയ്യാത്തത് കൊണ്ട് ദയവ് ചെയ്ത് നമ്മളാരും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു കൊത്തേണ്ടതായിട്ടില്ല. ഒരു സ്ഥാപനവും അതുപോലെ തന്നെ സഹപാഠികളും കുടുംബവുമെല്ലാം അദ്ദേഹത്തെ ചേർത്തിപ്പിടിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടത് അത് തന്നെയാണ്. എന്നാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനിയും പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കോമഡിയിലേക്കും അതുപോലെ തന്നെ മിമിക്രി രംഗത്തേക്കും സിനിമയിലേക്കും എല്ലാം അദ്ദേഹത്തിന് വരാനും ഇനിയും ഒരുപാട് നമ്മെ ചിരിപ്പിക്കാനുമെല്ലാം ഉല്ലാസ് പന്തളത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇത്തരം ഒരു അവസരത്തിനായി നമ്മൾ കാത്തിരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.